നാം സാധാരണ സംഖ്യകളെക്കുറിച്ച് ചാണക സംഖ്യകൾ എന്ന് പറയാറുണ്ട്. കാരണം ചാണകം, പശുവിൻ്റെ മൂത്രം എന്നിവയെ വളരെ പുണ്യപ്പെട്ട വസ്തുക്കളായി കരുതുന്നതുകൊണ്ടും അവ കുളിക്കാനും കുടിക്കാനുമൊക്കെ തിന്നാനുമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടു കൂടിയാണ് അങ്ങനെ പറയുന്നത്. യുപിയിലൊക്കെ ചാണകം കൊണ്ട് ഉണ്ടാക്കിയ പലഹാരങ്ങൾ പോലും വിൽക്കുന്നുണ്ട്. ഈ ചാണകം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്ന് രാജ്യമൊട്ടാകെ കോലാഹലമുണ്ടാക്കി വെറും 2 സീറ്റുള്ള ഒരു പാർട്ടിക്ക് ഇന്ത്യയുടെ മുച്ചൂടും അധികാരം കൈയാളാൻ കഴിയുന്ന വിധത്തിലേക്ക് വളർത്തിയെടുത്ത ശ്രീരാമ ജന്മഭൂമി ഇഷ്യൂ, ആ ഇഷ്യൂ വളർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടതും ഇതേ ചാണകമാണ്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് രാജ്യത്തുടനീളം രാജ്യത്തിൻ്റെ 4 ഭാഗത്തു നിന്നും 4 രഥയാത്രകൾ നടത്തി LK അഡ്വാനിയുടെ നേതൃത്വത്തിൽ അയോധ്യയിൽ സംഗമിച്ച് അങ്ങനെ തുടങ്ങിയിട്ടുള്ള രാമജന്മഭൂമി പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി അവസാനം 1991 അവിടെ കുഴപ്പമുണ്ടാക്കുകയും 92 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് ഇടിച്ച് നിരത്തുകയും പിന്നീട് അവിടെ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുകയും ചെയ്ത ഒരു നീണ്ട പ്രക്രിയയുണ്ട്. ആ പ്രക്രിയക്ക് വേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ അത് ശ്രീരാമ ജന്മഭൂമി ഒരു സത്യമാണെന്നും ശ്രീരാമൻ തങ്ങളുടെ കാണപ്പെട്ട ദൈവമാണെന്നും എല്ലാം അനുമാനിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ധാരാളം സ്വർണവും വെള്ളിയും പണവും ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടി സംഭാവന കൊടുക്കുകയുണ്ടായി. ഏതാണ്ട് 300 കോടിയിൽ പരം രൂപയുടെ വിലമതിക്കുന്ന വസ്തുവകകളും അതുപോലെ തന്നെ പണവുമാണ് അവിടെ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ആ പണത്തിലെ ഒരു സിംഹഭാഗം, നല്ലൊരു പങ്ക് കാണാതാവുകയാണ്. മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത് ദിനേന അവിടെ പണമെണ്ണാൻ നിയോഗിക്കപ്പെട്ടവരും അവരുടെ ആളുകളും അവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ അവർ നിയോഗിച്ച ഉദ്യോഗസ്ഥരും അവർക്കും പങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് അയോധ്യ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും അതുപോലെ VHP നേതാവും അതുപോലെ RSS നേതാവും ഒക്കെ ആയ ചമ്പത്ത് റായ് രാജിവെച്ചിരിക്കുന്നത്. ഒരു തട്ടിപ്പ് പിടിക്കപ്പെടുമ്പോൾ അത് രാജിവെച്ച് രക്ഷപ്പെടുക എന്ന ഒരു തന്ത്രം ഇന്ത്യയിൽ മുമ്പേ നിലവിലുണ്ട്. പക്ഷെ അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുകയില്ല. 10 പേരെയാണ് ഇതുവരെയായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് വിവരം. ഈ കേസിൽ പണം തട്ടിച്ചു എന്ന് പറയുന്ന 10 പേര്. അതിൽ രസകരമായ വസ്തുത, ലവകുഷ് എന്ന് പറയുന്ന പണം വേണ്ടിക്കൊണ്ടിരിക്കാൻ നിയോഗിതനായ ഒരു ജോലിക്കാരൻ, ലവകുഷിന്റെ വീട്ടിൽ നിന്ന് 10 ലക്ഷത്തിലേറെ രൂപ കണ്ടുകിട്ടി. വെറും ഒരു സാധാരണ തൊഴിലാളി, ചെറിയ ശമ്പളമുള്ള ആൾ. 12,000 രൂപ മാത്രം ശമ്പളമുള്ള ലവകുഷിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് 10 ലക്ഷത്തിലധികം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പണത്തിന്റെ വലിയൊരു ഭാഗം സൂക്ഷിച്ചിരുന്നത് എവിടെയാണെന്നതാണ് വിചിത്രമായ കാര്യം. അത് ചാണകക്കുഴിയിൽ വെച്ചിരിക്കുകയായിരുന്നു. ചാണകം അപ്പോൾ ഇങ്ങനെ ഒരു ഉപകാരം കൂടി ദിവ്യമായ പുണ്യവസ്തുവായ ചാണകത്തിനുണ്ട്. കള്ളപ്പണം, കട്ടുകൊണ്ടുവന്ന പണം, മോഷ്ടിച്ചു കൊണ്ടുവന്ന പണം സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരിടം കൂടിയാണ് ചാണകക്കുഴി. അപ്പോൾ പശു ചാണകമിടുന്ന സ്ഥലത്ത് പണം സൂക്ഷിക്കാൻ, ഖജാന പോലെ പണം സൂക്ഷിക്കാൻ കഴിയും എന്നതുകൂടി, അല്ലെങ്കിൽ കട്ടുകൊണ്ടുവന്ന പണം അങ്ങനെ സൂക്ഷിക്കാം, അപ്പോഴും അതൊരു പുണ്യപ്രവൃത്തിയായി തീരും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുകൂടി തെളിയിക്കപ്പെടുകയാണ്. മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ഭക്തജനങ്ങളെയും വളരെ ക്രൂരമായി വഞ്ചിക്കുകയാണ് ഈ സംഭവത്തിലൂടെ അയോധ്യ ട്രസ്റ്റും. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത, അതിനുവേണ്ടി കലാപങ്ങൾ ഉണ്ടാക്കിയ, അതിനുവേണ്ടി ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുള്ള സംഘപരിവാറും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതൊരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഈ ഒരു മോഷണ കഥ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാണെങ്കിൽ പോലും ഇത് മുമ്പ് അയോധ്യ പ്രക്ഷോഭകാലത്ത്, അതായത് ബാബരി മസ്ജിദ് പൊളിക്കുന്നതിനും മുമ്പ്, ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ 4 ഭാഗങ്ങളിൽ നിന്ന് 4 രഥയാത്രകളാണ് അയോധ്യയിലേക്ക് LK അഡ്വാനി നയിച്ചു കൊണ്ടുവന്നത്. ഈ 4 രഥയാത്രകൾ വരുമ്പോൾ
ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ധാരാളം വെള്ളി വിഗ്രഹങ്ങൾ സംഭാവനയായിട്ട് ലഭിച്ചിരുന്നു. ശ്രീരാമന്റെ വെള്ളി വിഗ്രഹങ്ങൾ. ഈ വെള്ളി വിഗ്രഹങ്ങൾ ഉരുക്കി വിറ്റു എന്ന് അന്ന് തന്നെ LK അഡ്വാനിയുടെ പേരിൽ പോലും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതൊരു പുതിയ സംഭവമല്ല. അപ്പോൾ ഈ മോഷണം എല്ലാ തലങ്ങളിലും നടന്നിരുന്നു. സംഭാവനകൾ വന്നു, സംഭാവനകൾ എവിടെ കൊണ്ടുപോയി ശേഖരിച്ചു വെച്ചു, ആര് ശേഖരിച്ചു വെച്ചു, ഒരു കയ്യും കണക്കുമില്ലാതെ, ഒരു റെസീറ്റും നൽകാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ വലിയ വലിയ സ്വർണ്ണ വിഗ്രഹങ്ങൾ വലിയ തോതിൽ നൽകിയിട്ടുള്ള ആളുകൾ റെസീറ്റ് ലഭിച്ചില്ല എന്ന് പരിതപിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കക്കുന്നതിന്, മോഷ്ടിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള മാനദണ്ഡവുമില്ല എന്ന് വരികയാണ്. ഇതിൽ ഒരു ആശയപരമായ പ്രശ്നം കൂടിയുണ്ട്. ആ ആശയപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളാണ് എന്ന് സ്വയം അവകാശപ്പെട്ടാൽ മതി. ഹിന്ദുമതത്തിൻ്റെ യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചാർവാകന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അതിൽ അവർക്ക് വിശ്വാസം തന്നെ വേണമെന്നുമില്ല. അവർ അവിശ്വാസികളാവാം, അവർ ദൈവനിരാസം അതായത് നിരീശ്വരവാദികളാവാം. നിരീശ്വരവാദികൾക്കും ഹൈന്ദവരാകാം. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. അവർക്ക് പക്ഷേ നിരീശ്വരവാദികൾക്ക് ഫാഷിസ്റ്റുകളാവാം, സംഘികളാവാം, അതിന് കുഴപ്പമില്ല. അപ്പം അവർ എങ്ങനെയാണ് ഈ ഭക്തന്മാരുടെ കൂടെ ചേരുക എന്ന് ചോദിക്കരുത്. അവരും ഭക്തന്മാരായി അഭിനയിക്കുന്നു, തുടർന്ന് എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെയുള്ള മോഷണങ്ങളൊക്കെ നടത്തുന്നു, അതിനും ഭക്തിയുടെ പരിവേഷം ചാർത്തുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പം ഈ ചാർവാകന്മാർ അതുപോലുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ അവർക്കെല്ലാം തന്നെ ഫാഷിസ്റ്റുകളാവാം. കാരണം ഫാഷിസം എന്ന് പറയുന്നത് അതിന് യാതൊരു തരത്തിലുള്ള ആശയാടിസ്ഥാനവുമില്ല. ആ ആശയാടിസ്ഥാനം അധികാരം എന്നത് മാത്രമാണ്. ചാണക്യ സൂത്രമുണ്ടെങ്കിൽ ആർക്കും ഫാഷിസ്റ്റാവാം, ആർക്കും അധികാരത്തിൽ വരികയും ചെയ്യാം. ചാണക്യൻ പഠിപ്പിച്ചു കൊടുത്ത അർത്ഥശാസ്ത്രം വായിച്ച് പഠിച്ച് അതനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഫാഷിസ്റ്റുകളാവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാഷിസ്റ്റുകളുടെ അധികാരത്തിൽ വരാൻ സാധിക്കും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അപങ്കുരം തുടരാനും സാധിക്കും. അപ്പോൾ പിന്നെ അധികാരത്തിൽ ന്യായപ്രകാരം ജനാധിപത്യ രീതിയിൽ വരുന്ന ആളുകളെയൊക്കെ തന്നെ ഇടിച്ചു താഴ്ത്തി അവരുടെ വോട്ടുകൾ കട്ടെടുത്ത് അധികാരത്തിൽ വരാനും സാധിക്കും. അതിനും യാതൊരു തരത്തിലുള്ള മൂല്യങ്ങളുമില്ല, മൂല്യങ്ങളുടെ മാനദണ്ഡവുമില്ല. അങ്ങനെയും സംഭവിക്കും. നമ്മൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? BJP അധികാരത്തിൽ വരുമ്പോൾ ഒരു ന്യൂനപക്ഷ ഗവൺമെന്റ് ആയിരുന്നു. ന്യൂനപക്ഷ ഗവൺമെന്റ് പണം കൊടുത്തും കൈക്കൂലി കൊടുത്തും വേറെ തരത്തിൽ സ്വാധീനിച്ചും ഒക്കെ തന്നെ ആളുകളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും അങ്ങനെ ആളുകളുടെ തങ്ങളുടെ കൂടെ കൂട്ടി അല്ലെങ്കിൽ കൂട്ടുമുന്നണി ഉണ്ടാക്കിയാണ് അധികാരത്തിൽ വന്നത്. ന്യൂനപക്ഷമായിരുന്ന ഇത് നാം മനസ്സിലാക്കേണ്ടത് ഫാഷിസ്റ്റ് ചരിത്രമാണ്. ഹിറ്റ്ലർ ആദ്യം അധികാരത്തിൽ വന്നത് ന്യൂനപക്ഷ ഗവൺമെന്റ്, ഭൂരിപക്ഷമില്ലായിരുന്നു ഹിറ്റ്ലർക്ക്. അവിടെ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ വേറെ മുന്നണികൾ ഉണ്ടാക്കി. ആ മുന്നണികൾ എന്ന് പറഞ്ഞാൽ അത് അവിഹിതമായ മുന്നണികളാണ്, വിഹിതമായ മുന്നണികളല്ല, ന്യായപ്രകാരം ഉണ്ടാക്കുന്ന മുന്നണികളല്ല. അവിഹിതമായ മുന്നണികൾ ഉണ്ടാക്കിയാണ് ഹിറ്റ്ലറും അധികാരത്തിൽ വന്നിരുന്നത്. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ്. ഇത്തരം കളവുകൾ നടത്തുമ്പോൾ യാതൊരു മൂല്യങ്ങൾക്കും നിരക്കാത്ത രീതിയിൽ അതേസമയം മൂല്യങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്ന ആളുകളെ കരുതിയിരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.